മഹാഭാരതത്തിലെ മറ്റൊരു പ്രണയകഥയാണ് ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും കഥ. തപസ് മുടക്കാനെത്തിയ മേനകയിൽ വിശ്വാമിത്ര മഹർഷിക്ക് ജനിച്ച പുത്രിയാണ് ശകുന്തള. ചെറിയ ശിശുവിനെ കാട്ടിൽ ഉപേക്ഷിച്ച് മഹർഷി പോകുമ്പോൾ ശകുന്തങ്ങൾ, അതായത് പക്ഷികൾ, ഈ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ഈ കുഞ്ഞിനെ കണ്ടെത്തിയ കണ്ണോ മഹർഷി പക്ഷികൾ സംരക്ഷിച്ച കുഞ്ഞ് എന്നുള്ള അർത്ഥത്തിൽ ഈ കുഞ്ഞിനെ ശകുന്തള എന്ന് പേരിട്ട് ആശ്രമത്തിൽ വളർത്തുകയും ചെയ്യുന്നു. ശകുന്തള വളർന്ന് വലുതായതിനു ശേഷം ഒരിക്കൽ ദുഷ്യന്തൻ കാട്ടിൽ നായാട്ടിനായി വരികയും ശകുന്തളയെ കണ്ട് ഇഷ്ടപ്പെട്ട് രണ്ടുപേരും ഗാന്ധർവ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. തന്റെ മകനെ അടുത്ത രാജാവായി ദുഷ്യന്തൻ വാഴിച്ചു കൊള്ളും എന്നൊരു വാക്കുകൂടി ശകുന്തള ദുഷ്യന്തനിൽ നിന്ന് വാങ്ങിയെടുത്തിട്ടുണ്ട് എന്ന് ചില വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്. കുറച്ചു നാളുകൾക്ക് ശേഷം ദുഷ്യന്തൻ രാജധാനിയിലേക്ക് മടങ്ങുകയും ശകുന്തളയെ ഒപ്പം കൂട്ടുവാൻ വരാം എന്ന് പറയുകയും ചെയ്തു. എങ്കിലും രാജാവ് ഒരിക്കലും തിരികെ വന്നില്ല. ശകുന്തളയ്ക്ക് കാട്ടിൽ വെച്ച് ഭരതൻ എന്ന പുത്രൻ ജനിക്കുകയും വളരെ അസാധാരണ കഴിവുകളുള്ള കുട്ടിയായി ഭരതൻ കാട്ടിൽ വളരുകയും ഒടുവിൽ ഭരതൻ യുവാവാകുമ്പോൾ ശകുന്തള ഭരതനോടൊപ്പം ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ ചെന്ന് ദുഷ്യന്തന്റെ മകനാണ് ഭരതൻ എന്ന് പറയുകയും രാജാവ് ആദ്യം പ്രജകൾ തന്നെ അവിശ്വസിച്ചാലോ എന്ന് കരുതി മകനെ സ്വീകരിക്കാൻ തയ്യാറാകാതിരിക്കുകയും ഒടുവിൽ ഒരു അശരീരിയിലൂടെ ശകുന്തള പറഞ്ഞതാണ് ശരി, ഭരതൻ ദുഷ്യന്തന്റെ പുത്രനാണ് എന്നൊരു അരുൾപ്പാടുണ്ടാവുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അതോടുകൂടി ഈ ഭരതനെ യുവരാജാവായിട്ട് മഹാരാജാവ് സ്വീകരിക്കുകയും അതിനുശേഷം ഭരതൻ ചക്രവർത്തിയായി മാറുകയും ഒക്കെ ചെയ്തു എന്നാണ് മഹാഭാരതത്തിലെ മൂലകഥയിലുള്ളത്. എന്നാൽ കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം എഴുതിയതോടുകൂടി ഇന്ന് നമ്മൾ പലരും പറഞ്ഞു നടക്കുന്ന തരത്തിലേക്ക് ഈ കഥ പരിവർത്തനം ചെയ്യപ്പെട്ടു. അതിൽ ദുർവാസാവിന്റെ ശാപവും ദുഷ്യന്തൻ കൊടുക്കുന്ന മോതിരം നഷ്ടപ്പെട്ടു പോകുന്നതും അത് മത്സ്യം വിഴുങ്ങുന്നതുമായിട്ടുള്ള ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. മഹാഭാരതത്തിലുള്ള യഥാർത്ഥ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും കഥ മറന്നു പോവുകയും അഭിജ്ഞാന ശാകുന്തളത്തിൽ കാളിദാസൻ എഴുതി വെച്ച കാര്യങ്ങൾ പ്രധാന കഥയായി പ്രചരിപ്പിക്കപ്പെടുകയുമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. മഹാഭാരതത്തിലെ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും കഥ അഭിജ്ഞാന ശാകുന്തളത്തിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് സത്യം.